നമസ്കാരം പ്രേക്ഷകരെ, രാവിലെയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങുമ്പോഴേക്കും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് എന്ന് വേണം തന്നെ പറയാം. ഇന്നലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തി, പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം നടത്തുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഭരണഘടന ഉണ്ടായിരുന്നു. അത് ഉറപ്പാക്കിക്കൊണ്ട് ആ പ്രതിഷേധം നടന്നതിന് പിന്നാലെ അർദ്ധരാത്രി ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി സംസാരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ കർശനമായ നടപടി ഉണ്ടാകും എന്നത് പറയുന്നു. ആ മറുപടിക്ക് പിന്നാലെ തന്നെ 26 ദിവസത്തെ നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക്കും എത്തി. ആശുപത്രിയിലെത്തി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ആ നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു. സോനം വാങ്ചുക്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിയായിരുന്നെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്നും അയയുകയായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരുമെന്നും കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പറഞ്ഞതിന് പിന്നാലെ ആണ് സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ CJP രംഗത്ത് വരുന്നു. അഭിജിത് ദീപ്കെ വന്നിട്ട് സോനം വാങ്ചുക്കിനോട് നന്ദി പറയുന്നു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എത്തുന്നത് വരെ ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന് പറയുന്നു. രാജ്യവ്യാപകമായി തന്നെ ഈ പ്രതിഷേധം ഉണ്ടാകും എന്നതുകൂടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അത് തന്നെയാണ് CJPയുടെ ആവശ്യം, അത് തന്നെയാണ് യുവാക്കളുടെയും ആവശ്യം, തെരുവിലിറങ്ങുന്നവരുടെ ആവശ്യം. അത് എത്തുന്നത് വരെ ഉണ്ടാകില്ല. പക്ഷേ ഒരു കാര്യം കൂടെ വ്യക്തമാക്കണം. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ ഒരു 12 മണിക്കൂറിനിടയിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ. ഏതായാലും 18-ാം തീയതിയാണ് ഈ മാസം 18-ാം തീയതിയിലാണ് സോനം വാങ്ചുക്കിനെ മഫ്തി ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പ്രതിഷേധം ആളിക്കത്തുകയായിരുന്നു. ആ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക്ക് എത്തുന്നത്. ഇനി അറിയേണ്ടത് എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഇത് ഡീൽ ചെയ്യുക എന്നത് സംബന്ധിച്ചാണ്. ഏതൊക്കെ രീതിയിൽ പ്രതിഷേധം നടക്കും, എങ്ങനെയൊക്കെ രാജ്യവ്യാപകമായി തെരുവിലിറങ്ങുന്ന യുവാക്കൾക്കൊരു മറുപടി പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ മതിയാകുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉൾപ്പെടെ നിൽക്കുകയാണ്. ഒട്ടനവധി വാർത്തകളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യണം. തലക്കെട്ടുകളിലേക്ക് പോകാം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പെന്ന പ്രധാനമന്ത്രിയുടെ വാക്ക് പരിഗണിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ച സോനം വാങ്ചുക്. കേന്ദ്ര തീരുമാനങ്ങൾ ഗുരുഗ്രാം മെദാന്ത ആശുപത്രിയിൽ നേരിട്ടെത്തി അറിയിച്ച് JP നദ്ദയും ജിതേന്ദ്ര സിംഗും. സമാധാനപരമായ പ്രക്ഷോഭത്തിനിടെ ആക്രമികൾ പ്രശ്നം വഷളാക്കാൻ ശ്രമിച്ചെന്ന് സോനം വാങ്ചുക്. ഇന്ന് രാജ്യവ്യാപക സമരത്തിന് ആഹ്വാനം ചെയ്ത CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് പരാമർശമില്ലാതെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടി ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി വൈകി. കേന്ദ്രമന്ത്രിസഭ ഇന്ന് വിഷയം ചർച്ച ചെയ്യും. പാർലമെന്റിൽ അടുത്തയാഴ്ച ബില്ല് കൊണ്ടുവരും. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് പ്രഹസനമെന്ന് രാഹുൽ ഗാന്ധി. 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് മറുപടി എക്സ്പോസ്റ്റ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഭരണ മികവായി ഉയർത്തിക്കാട്ടി സർക്കാർ. അജിത് കുമാറിന്റെ അടുത്ത നീക്കം എന്തെന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ സാധ്യത. സസ്പെൻഷൻ DGP റാങ്ക് ലഭിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെ നടപടിയോടെ സ്ഥാനക്കയറ്റ സാധ്യത അടഞ്ഞു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ വിചാരണ തീയതി ഇന്ന് തീരുമാനിക്കും. എല്ലാ പ്രതികളും കോടതിയിലെത്തും. കേസ് വിചാരണയിലേക്ക് പോകുന്നത് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 8-ാം വർഷം. പോലീസ് നടപടി ചോദ്യം ചെയ്ത് ആത്മഹത്യ ചെയ്ത നിതിന്റെ കുടുംബം. ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കണ്ണൂർ ക്രൈം ബ്രാഞ്ച് DYSPയും നേരിട്ട് ഹാജരാകും. റീ അറസ്റ്റ് ചെയ്ത ഡോക്ടർ റാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന്റെ നീക്കം. തുടർച്ചയായ 13-ാം ദിവസവും ഇറാനിലേക്ക് രൂക്ഷാക്രമണം നടത്തി അമേരിക്ക. ഹോർമുസിലെ എണ്ണക്കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് സെൻകോം. വിവിധ ഇടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ ഇതുവരെ ലോകം കാണാത്ത വിധമുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ പദ്ധതിയിട്ട് ഇസ്രായേൽ.
വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ രാത്രി 11:52 സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ രൂപം നൽകും. അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് वीडियो परामर्शमे इला। पेपर लीक ये कोई मामूली विषय नहीं है। लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं। हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो। तत्काल परीक्षाएं लेना बहुत जरूरी था। सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया। और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं। लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए मैंने आज फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे। आज विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया। फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी। कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है। तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा। അതേസമയം പ്രധാനമന്ത്രിയുടെ വീഡിയോ പ്രഹസനമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പരിതാപകരമായ പ്രതികരണമാണ് നരേന്ദ്രമോദി നടത്തിയത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ 3 ആവശ്യങ്ങളും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. ഇതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം തണുപ്പിക്കാൻ പുതിയ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. നരേഷ് പാലാണ് പുതിയ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഡൽഹി ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ചു. ജസ്റ്റിസ് അനു ഗ്രോവർ ബലിക പ്രത്യേക ജഡ്ജിയാണ്. CJPക്ക് ഐക്യദാർഢ്യം അറിയിച്ച സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉപവാസം അവസാനിപ്പിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷവും രാജ്യത്തുണ്ടായേക്കാവുന്ന അക്രമസാധ്യതകൾ മുൻനിർത്തിയുമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സോനം വാങ്ചുക് എക്സിലൂടെ അറിയിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ സ്വാഗതം ചെയ്തു. ആശ്വാസം പകരുന്ന കാര്യമാണെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും അഭിജിത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൂട്ടിച്ചേർത്തു. And they have flown all the way from Ladakh and I'm grateful to them. Thank you. Thank you. So मैं आपको मॉनिटर करती हूँ. Thank you. Thank you. Thank you. Yeah. Thank you. Just sit down with me. Always been guide and support, and I don't want to thank you but express my feelings as well.
അജയ് സുധ ബിജുവിന്റെ വിശദാംശങ്ങളുമായി. അജയ്, അങ്ങനെ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. സോനം വാങ്ചുക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യവും അത് തന്നെയാണല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. പക്ഷേ അതിൽ നിന്നും അയയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ CJPയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. സോനം വാങ്ചുക്കിനോട് നന്ദി പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിഷേധം ശക്തമാകുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്, രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് മറുപടി പറയുമ്പോൾ പോലും അത് പ്രഹസനമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തെരുവിലിറങ്ങുമ്പോൾ അത് രാജ്യവ്യാപകമായ പ്രതിഷേധമായിട്ട് യുവാക്കൾ മുന്നിട്ടിറങ്ങുമ്പോൾ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താവും? അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ ഇന്നൊരു വാക്ക് പോലും നരേന്ദ്രമോദി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുമില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ നടപടികൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തണുപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തുന്ന ഒരു നടപടിയിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. CJPയുടെ സമരം ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലുള്ള സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും, മുംബൈയിലാണെങ്കിലും അതുപോലെ പല നഗരങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധ സമരത്തിന് CJP അനൗൺസ് ചെയ്തിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രി പ്രതിപക്ഷ MPമാരുടെ മാർച്ച് ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കടുത്ത ഒരു പ്രതിഷേധത്തിലേക്കും മറ്റ് നടപടികളിലേക്കും എല്ലാം പ്രതിപക്ഷവും അതുപോലെ തന്നെ CJPയും കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ കൂടുതൽ സുരക്ഷ കർശനമാക്കുകയും അത്തരം കടുത്ത നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഡൽഹി ഹൈക്കോടതി തന്നെ വളരെ കർശനമായിട്ടുള്ള ഭാഷയിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കരുത്, പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭംഗം വരുത്തരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അഭിജിത് ദീപ്കെ അദ്ദേഹം പോലീസിനെതിരെ വലിയൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജന്തർ മന്ദിറിലേക്ക് CJP പ്രവർത്തകർക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന 3 യുവാക്കളെ നിസാമുദ്ദീൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ്. പുതിയ ഡൽഹി പോലീസ് കമ്മീഷണർ അദ്ദേഹം ഉത്തര കൊറിയയിലാണോ ജീവിക്കുന്നത് എന്ന് അഭിജിത്ത് എക്സ് അക്കൗണ്ട് വഴി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ദയവായി ഓർക്കുക, നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ സർക്കാരിന്റെ ഗുണ്ടകളല്ല. കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ നിർത്തണമെന്നും അഭിജിത്ത് ദീപ്കെ എക്സ് അക്കൗണ്ടിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് നീക്കം. ചാർജിംഗ് അപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം പുതിയൊരു എക്സ്പോസ്റ്റ് കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോനം വാങ്ചുക്ക് ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിരാഹാര സമരം നിലവിൽ അവസാനിപ്പിക്കുന്നത്. ഇന്നലെ CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ തന്നെ അദ്ദേഹത്തിനോട് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദ അതുപോലെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ ഗുരുഗ്രാമിലുള്ള ആശുപത്രിയിലെത്തി സോനം വാങ്ചുക്കുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലേ ലഡാക്ക് അപ്പെക് ബോഡിയിലുള്ള ചില മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി കേന്ദ്രമന്ത്രിമാർക്കൊപ്പം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയിരുന്നു. അദ്ദേഹം സോനം വാങ്ചുക്ക് ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചതിന് ശേഷം എക്സിൽ കുറിച്ചത് നീണ്ട ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ധാരണകൾ പ്രകാരവും അതുപോലെ രാജ്യത്ത് പല ഭാഗത്തും ഉണ്ടാകാനിടയുള്ള സംഘർഷങ്ങൾ പരിഗണിച്ചുമാണ് താൻ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ താൻ മറ്റൊരു വീഡിയോയിലൂടെ തൻ്റെ തീരുമാനങ്ങൾ രാജ്യത്തെ അറിയിക്കും. അതുവരെ ഒരു തരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നും സോനം വാങ്ചുക്ക് ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് കേന്ദ്ര സർക്കാരിനെ വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ഒരുപാട് വൈകിയും തൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ അദ്ദേഹം രാവിലെ തൻ്റെ എക്സ്പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, ഇന്ന് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക്
ബില്ലുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നടപടികൾ ചർച്ച ചെയ്യും. ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ ഇന്ന് ചേരുന്ന ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ഒരു അതിവേഗ വിചാരണ ഉറപ്പാക്കുന്ന ഒരു കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ രൂപം നൽകും. അടുത്ത ആഴ്ച തന്നെ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള ഒരു വാക്കുകളും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. ഈ CJP പ്രതിഷേധത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ വെറും പ്രഹസനമാണ് എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത്. അതുപോലെ വെറും പരിതാപകരമായിട്ടുള്ള പ്രസ്താവനകളാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. 3 ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതുപോലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക. പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയുക. ഈ 3 ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ഇവ 3ഉം ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിലുള്ള CJPയുടെ സമരം ഇന്നും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൂടി ഇന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഒരു സെലിബ്രിറ്റീസും അതുപോലെ തന്നെ സിനിമാ നടിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളടക്കം ഈ CJP സമരത്തിന് ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നതും കേന്ദ്രത്തെ വല്ലാതെ തന്നെ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ. അല്ല അജയ്, 2 കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഒളിച്ചോടണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദിയുടെ വാക്കുകൾ. നമുക്ക് അതൊന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CJP സമരവുമായി ബന്ധപ്പെട്ടൊരു വാക്ക് സംസാരിക്കുന്നില്ല. കർശനമായ നടപടി എടുക്കും എന്നുള്ളത് പറയുമ്പോൾ പോലും അത് എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ആകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യചിഹ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കാരണം ഇത്രയും നാളുകളായി ഈ സമരം തുടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് നേരിട്ടിറങ്ങി സംസാരിക്കാൻ ഇതുവരെ മോദി തയ്യാറാവുന്നില്ല. ഒന്നിൽ എക്സിലൊരു പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുന്നതല്ലാതെ മറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ മറുപടി പറയുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും മോദിയുടെ ശൈലി എങ്ങനെയാണ് നമ്മൾ അങ്ങനെയും കാണാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു കേസിൽ യുവാക്കൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുക, പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സാമൂഹിക പ്രവർത്തകരായിക്കോട്ടെ, എല്ലാവരും ഈ വിഷയത്തിൽ ഒരേ നിലപാടെടുക്കുമ്പോഴേക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആ മൗനം വളരെ വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന 3 ആവശ്യങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന രാജി, മറ്റൊന്ന് രാജ്യത്തോട് മാപ്പ് പറയുക, മറ്റൊന്ന് യുവാക്കളുടെ പ്രതിഷേധത്തെ കണ്ടില്ല എന്നടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു പ്രതിഷേധം, അതായത് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക. CJPയുടെ ആവശ്യവും ധർമ്മേന്ദ്ര പ്രധാന രാജി തന്നെയാണ്. മോദിയുടെ ഭാഗത്ത് നിന്നും ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അറിയില്ല. പക്ഷേ എന്നാൽ പോലും ധർമ്മേന്ദ്ര പ്രധാന രാജിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ സർക്കാർ തയ്യാറാകുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം. അതിനാണ് ഈ പ്രതിഷേധം. ഇപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത്, ഈ പ്രതിഷേധം നടക്കുന്നതും എന്ന് പറയുന്നതും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ യുവാക്കൾക്കും അറിയേണ്ടത്. ആ ചോദ്യമാണ് ഇന്നത്തെ യൂത്തും ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവും ചോദിക്കുന്നത്. പക്ഷേ അതിലേക്ക് ഒരു തരത്തിലുള്ള ടോപ്പിക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും നീളാനും കൂടുതൽ വഷളാകാനുള്ള സാധ്യതയിലേക്ക് സർക്കാർ തന്നെ തുറന്നു വിടുന്നതായിട്ടുമുള്ള സ്വാഭാവികമായ ചിന്ത വരില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ വിദ്യാർത്ഥികളുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി പ്രകാരം പല വിഷയങ്ങളിലും അദ്ദേഹം നേരിട്ട് പ്രതികരിക്കാറില്ല. അദ്ദേഹം സാധാരണ ഒരു പ്രസ്താവനകൾ നടത്താറുള്ളത് പാർലമെന്റിൽ കോൺഗ്രസിനെതിരെ അത് തിരിച്ചു വിട്ടുകൊണ്ടും അതുപോലെ പല രീതിയിൽ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിച്ചുകൊണ്ടുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളെ നേരിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും CJP എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായി ഉയർന്നു വന്ന ആ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാവിലെ അദ്ദേഹം ഒരു എക്സ്പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ രാത്രി വളരെ വൈകിട്ടും ഒരു വീഡിയോയിലൂടെ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതും അദ്ദേഹം കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് അതിൽ
ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു അതിവേഗ വിചാരണ ഉറപ്പാക്കുന്ന കരട് ബില്ല് ഇന്ന് തന്നെ അതിന് രൂപം നൽകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഈ ബില്ല്, പുതുതായി രൂപീകരിക്കുന്ന ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അത് ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പുകളെല്ലാം നൽകുന്നുണ്ട്. പിന്നെ ഹരി സൂചിപ്പിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തുന്ന ഒരു നടപടി, അത് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുന്നത് ശ്രദ്ധേയം തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ള കേന്ദ്രത്തിലെ BJP മന്ത്രിസഭ, BJPക്ക് മാത്രം ഒരു കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. അതും BJPക്ക് ഇപ്പോഴുള്ള സീറ്റ് നിലയിൽ തന്നെ കൂടുതൽ സീറ്റുകളും സമ്മാനിച്ചത് ഒഡീഷയിൽ നിന്നാണ്. അപ്പോൾ ഒഡീഷയിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തേണ്ടത്, ഒരു നന്ദി സൂചകം എന്നുള്ള നിലയിൽ കൂടി ചേർത്ത് നിർത്തേണ്ടത് അത് നരേന്ദ്രമോദിയുടെ ഒരു ആവശ്യമാണ്. രാഷ്ട്രീയപരമായി തന്നെ ഒരു നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാകണം ധർമ്മേന്ദ്ര പ്രധാനെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്ന, അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്ത രീതിയിലുള്ള നടപടിയിലേക്ക് അദ്ദേഹം കടന്നിട്ടുള്ളത്. പക്ഷേ കർഷക പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ മറ്റൊരു സമരത്തിൽ കൂടി കേന്ദ്ര സർക്കാർ ആ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നത് ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് പരാമർശിക്കേണ്ടതാണ്. അത് ഈ സംഘടനയുടെ വലിയൊരു വിജയം കൂടിയാണ്. തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം, ഈ ഒരു പ്രക്ഷോഭം അതൊന്ന് തണുപ്പിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തായാലും സോനം വാങ്ചുക്കിന് 26 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരവും കൂടി അവസാനിപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായുള്ള 3 ആവശ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെ അതിന് മറുപടി പറയുമെന്നുള്ളതായിരിക്കും ഇന്ന് മുതലുള്ള അടുത്ത കാഴ്ചകൾ. അജയ് സുധാബിജുവാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിക്കും. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും. അഭിമന്യു കൊല്ലപ്പെട്ട് 8ാം വർഷത്തിലാണ് കേസ് വിചാരണയിലേക്ക് പോകുന്നത്. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ജൂലൈ നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, 2018 ജൂലൈ 2-നാണ് ഈ ഒരു കൊലപാതകം സംഭവിക്കുന്നതിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം വിചാരണ ആരംഭിക്കുമ്പോഴേക്കും ഒരു അധികമായി ഒരു എന്താ പറയുക, ഒരു കേസ് കൂടി എടുക്കണം, അല്ലെങ്കിൽ അധികമായി ഒരു വകുപ്പ് കൂടി ചുമത്താനുള്ള ഒരു അപേക്ഷയും കൂടി പ്രോസിക്യൂഷൻ നൽകാനുള്ള സാധ്യതയുണ്ടോ? ഇന്നെന്ത് പ്രതീക്ഷിക്കണം? ഹരി, നമുക്കറിയാം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിന്റെ വിചാരണയിലടക്കം വലിയ കാലതാമസമുണ്ടായി. പ്രതികളെ പിടികൂടുന്നതിൽ കാലതാമസമുണ്ടായി. പിന്നീട് ഇതിന്റെ തെളിവുകളടക്കമുള്ള ചില പ്രധാനപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്നും കാണാതെ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പല പല അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയൊരു കേസാണ് അഭിമന്യുവിന്റെ കൊലപാതക കേസ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിന്റെ വിചാരണ തുടങ്ങുന്ന തീയതി ഇന്ന് തന്നെയായിരിക്കും കോടതി അറിയിക്കുക. കാരണം ഇത്രയും നാളായി, എല്ലാം ഒരുപാട് കാലത്തിന് ശേഷമാണ്, അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഒരു വിചാരണ ഘട്ടത്തിലേക്ക് പോലും ഈ കേസ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് തന്നെ അഭിമന്യുവിന്റെ കൊലക്കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി പ്രഖ്യാപിക്കും. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 8 വർഷമാകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിചാരണയിലേക്ക് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വിചാരണ ആരംഭിക്കാൻ പോകുന്നത്. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു. മുഖ്യപ്രതി മുഹമ്മദ് അടക്കം 5 പേരെയാണ് കോടതി സമീപിച്ചത്. 17 മുതൽ 26 വരെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകാതെയാണ് വിചാരണ തുടങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ വിചാരണ നിർത്തിവെക്കണമെന്നുമായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ആദ്യ 16 പ്രതികൾ മാത്രമാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതെന്നും ഇവരുടെ വിചാരണ തുടങ്ങുന്നതിൽ തടസ്സമില്ലെന്നും അനുബന്ധ കുറ്റപത്രം ഉടൻ നൽകുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ അന്ന് കോടതിയിൽ വാദിക്കുകയും ചെയ്തത്. എന്തായാലും തെളിവ് നശിപ്പിക്കുവാനും പ്രതികളെ ഒളിവിൽ പോകാനും സഹായിച്ചവരാണ് ഇനി പ്രതിപട്ടികയിൽ വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. വിചാരണയിൽ അതൊരു തടസ്സമാകില്ല. പിന്നീട് അനുബന്ധ കുറ്റപത്രം എത്രയും വേഗം സമർപ്പിക്കാമെന്ന് കൂടി പ്രോസിക്യൂഷൻ കോടതിയെ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിചാരണ തടയണമെന്ന മറ്റ് പ്രതികളുടെ ആവശ്യം കോടതി തള്ളുകയും വിചാരണ എത്രയും വേഗം തുടങ്ങാമെന്നൊരു തീരുമാനത്തിലേക്ക്, എന്നൊരു ഉത്തരവിലേക്ക് കോടതി എത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിചാരണ തീയതി പ്രഖ്യാപിക്കുക.
അതിന് മുന്നോടിയായി ഇന്ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി തന്നെ സെഷൻസ് കോടതി ഈ ഹർജി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും അഭിമന്യു കൊലക്കേസിന്റെ വിചാരണ എന്നായിരിക്കും ആരംഭിക്കുക എന്നത് അറിയാൻ സാധിക്കും. എന്തായാലും വിചാരണയും വീണ്ടും നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഈ പ്രതികളെ എല്ലാം ചോദ്യം ചെയ്യണം, സാക്ഷികളുടെ എല്ലാം മൊഴികളിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഇനിയും ഒരുപാട് കാലതാമസം ഉണ്ടാകും ഈ വിചാരണ പൂർത്തിയായി വിധിയിലേക്ക് എത്താൻ. എന്തായാലും 8 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിമന്യു കേസിന്റെ വിചാരണ തീയതി ഇന്ന് കോടതി അറിയിക്കുക. വിചാരണ തീയതി ഇന്ന് കോടതി അറിയിക്കും. അതും 2018 ജൂലൈ 2 നടന്ന കൊലപാതകമാണ്. അതുമായി ബന്ധപ്പെട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു തീയതി അറിയിക്കുന്നത്. എല്ലാ പ്രതികളും ഇന്ന് ഹാജരാവുകയും ചെയ്യും. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സസ്പെൻഷന് പിന്നാലെ ADGP MR അജിത് കുമാറിന്റെ നീക്കം എന്താകും? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ തന്നെയാകും അജിത് കുമാറിന്റെ നീക്കം. പ്രത്യേകിച്ച് DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സസ്പെൻഷനിലാവുന്നത്. കടുത്ത നടപടി വേണമെന്ന KC വേണുഗോപാലിന്റെ നിലപാടിന് മുന്നിൽ മറ്റ് നേതാക്കൾ വഴങ്ങിയെന്ന വിവരമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും പുറത്തുവരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരുടെയും പ്രതികരണം എന്താകുമെന്നതിലും ആകാംക്ഷയുണ്ട്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, എങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കഴിഞ്ഞ സർക്കാർ മുതൽ തന്നെ ഉണ്ടായതാണ്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് DGPയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ശക്തമായ നടപടിയും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എന്ത് പറയുമെന്നുള്ള എന്ന് പറയുന്നതും കൂടി ഒരു കൗതുകമുണ്ടാക്കുന്ന കാര്യമാകും. നീക്കം എന്താകും MR അജിത് കുമാറിന്? ഈ മാസം 31-ന് നിതിൻ അഗർവാൾ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഈ ഒഴിവിലേക്കാണ് ഒരു DGP തസ്തിക വരുന്നത്. അതിലേക്ക് MR അജിത് കുമാർ എത്തും എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ 2023 ഈ ആലപ്പുഴയിലെ മർദ്ദന കേസ്, അതിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന SITയുടെ കണ്ടെത്തൽ, ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അജിത് കുമാറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. DGP പദവിയിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ സമീപിച്ചേക്കും എന്നുള്ള സൂചനകളുണ്ട്. കാരണം നേരത്തെ അന്വേഷണ സംഘത്തിനും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ അജിത് കുമാർ മൊഴി നൽകിയിരുന്നത് താൻ ഈ സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, വയനാട്ടിലായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് അജിത് കുമാറിന്റെ മൊഴി വന്നത്. എന്നാൽ ഇതൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ചില രാഷ്ട്രീയ ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് നേരത്തെ തന്നെ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി എടുക്കാമായിരുന്നു, അത് വെച്ച് താമസിപ്പിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇക്കാര്യത്തിൽ ചടുലമായ കാര്യങ്ങളിലേക്ക് പോയില്ല. അവർ ചില മുട്ടാപ്പോക്ക് പറഞ്ഞ് ഇത് വൈകിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ ഉയരുന്നു. അതേസമയം KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ യുവജനങ്ങളുടെ താല്പര്യം, അവരെ മർദ്ദിച്ചതിൽ കർശന നടപടി ഉണ്ടാകണമെന്ന് നിലപാടെടുത്തു. മാത്രമല്ല KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങനെ കണ്ട് പിണക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. നേരത്തെ തന്നെ ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിൽ SFI പ്രവർത്തകർ ഉൾപ്പെടെ കടന്നുകൂടിയതിനെ KSU വിമർശിച്ചിരുന്നു. എന്നാൽ അത് KSUവിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് ആദ്യം പുറത്തുവിട്ട പട്ടികയിൽ ഒരു മാറ്റം വരുത്താനും മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. ഇവിടെ ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിലും ആ തരത്തിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വീണ്ടും SITയോട് വിശദീകരണം ചോദിക്കുന്ന തരത്തിൽ DGP ആ റിപ്പോർട്ട് മടക്കിയിരുന്നു. ഇതെല്ലാം തന്നെ അജിത് കുമാറിന് അനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണെന്നുള്ള വലിയ ആക്ഷേപമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ കൂടി കർശനമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ പൂർണ്ണമായും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എതിരെ തിരിയുമെന്ന ഒരു നില കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. KC വേണുഗോപാൽ അനുകൂലികൾ പറയുന്നത് ഗത്യന്തരമില്ലാതെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു എന്നതാണ്. ഏതായിരുന്നാലും അജിത് കുമാറിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല പോലീസ് സേനയ്ക്കുള്ളിൽ മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ഇതൊരു കാലത്തിന്റെ കാവ്യനീതിയാണ്. കാരണം നേരത്തെ ADGP P. വിജയൻ, അദ്ദേഹം IG ആയിരുന്നപ്പോൾ എടത്തൂർ തീവെപ്പ് കേസിൽ പ്രതിയെ പിടികൂടുമ്പോൾ പ്രതിയുടെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് ചോർത്തി, അത് സാധാരണ നിലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, മാധ്യമങ്ങൾക്ക് പ്രതികളുടെ ചിത്രമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ചോർത്തി എന്ന പേരിൽ P. വിജയനെ സസ്പെൻഡ് ചെയ്യാൻ MR അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത്. അതുവഴി P. വിജയനെ ADGP റാങ്കിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം വൈകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു സംഭവത്തിൽ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ DGP ആകാൻ കഴിയാതെ
MR അജിത്കുമാറും ADGP ആയി തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് വിവാദ പരമ്പരകൾ ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. എന്തായാലും MR അജിത്കുമാറിൻ്റെ നീക്കവുമായി ബന്ധപ്പെട്ടാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. പ്രത്യേകിച്ച് DGP ആയി സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയായിരുന്നു ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടാകുന്നത്. പ്രധാനമായും ഇനി ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്താണ് ഉണ്ടാകുന്നത്. PV വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ക്യാമ്പിനുള്ളിൽ ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ചാൽ പോലും വിവാദ പരമ്പരകൾക്കൊടുവിലാണ് ഇപ്പോൾ MR അജിത്കുമാറിനെതിരെ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് വരുന്നത് എന്നതുകൂടി വ്യക്തമാണ്. VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് നടപടി ചോദ്യം ചെയ്ത കുടുംബം ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP-യും DYSP-യും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകും. നവമി, ഈ നിതിൻ രാജിന്റെ കുടുംബം പ്രത്യേകിച്ച് സഹോദരി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഒരു ഒത്തുകളി ഉണ്ട് എന്നത് സംബന്ധിച്ചാണ്. എന്തായാലും ആ ഒരു ആരോപണങ്ങളൊക്കെ കുടുംബം ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹർജി പരിഗണിക്കുന്നത്. എന്താണ് വിശദാംശം? ഹരിറാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കോടതിയും അതോടൊപ്പം തന്നെ അത് ആഭ്യന്തര വകുപ്പും സമ്മതിച്ചതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും ഹർജി പരിഗണിക്കുമ്പോഴും അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും പിന്നീട് റാം നേരിട്ട് തന്നെ കീഴടങ്ങുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. എന്തായാലും അതിന് പിന്നാലെയാണ് അതിനു മുൻപ് തന്നെ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അന്വേഷണ സംഘവും പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ അല്ലെങ്കിൽ ലംഘനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഉള്ള ഒരു അറസ്റ്റ് തന്നെയായിരുന്നു റാമിനെ നടത്തിയിരുന്നത്. പ്രതിയെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്താശ അന്വേഷണ സംഘം നടത്തി എന്ന ഒരു രൂക്ഷ വിമർശനം കുടുംബം ഉന്നയിക്കുകയും പിന്നീട് കോടതിയിലടക്കം ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനും ഇന്ന് കോടതിയിൽ ഹാജരാകും. സുധീർ കല്ലനെ ഇന്നലെയും രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നും ഏറ്റിരുന്നു. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ ഈ ഒരു കോടതിയുടെ ലംഘനം പോലും നടന്നതെന്ന ചോദ്യത്തിന് വാക്കാൽ റാമിനോട് അറസ്റ്റിനെ അടക്കമുള്ള കാര്യങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. വാക്കാലുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ രൂക്ഷ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഇന്ന് ഹൈക്കോടതിയിൽ ഇന്ന് അദ്ദേഹം നേരിട്ട് ഹാജരാകണം. ഇന്ന് കോടതി അതിലെന്ത് തീരുമാനമെടുക്കും, ഇനി DYSPക്കെതിരെ നടപടിക്കുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാകുമോ എന്നാണ് ഇന്ന് ഉറ്റുനോക്കേണ്ടത്. എന്തായാലും ഇന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. ഒപ്പം കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിലെല്ലാം ഇന്ന് സർക്കാരും ഇന്ന് വിശദീകരണം നൽകും. ഇനി റാമിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വിശദീകരണമായിരിക്കും പ്രോസിക്യൂഷനും ഇന്ന് കോടതിയിൽ പ്രധാനമായും ഉന്നയിക്കുക. എന്തായാലും റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കായിരുന്നു വഴിവെച്ചത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും ആഭ്യന്തര വകുപ്പിനെയും വലിയ രീതിയിലുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു തരത്തിൽ തന്നെയായിരുന്നു ഈ കേസിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും റാമിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിൽ ഇതിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥര് നേരിട്ട് ഹാജരാകും. ഇനി അറിയാനുള്ളത് DYSP സുധീറിനെതിരെ നടപടിയിലേക്ക് കോടതി കടക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം ഇന്നുണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഹരി, വ്യക്തമാണ്. അതേസമയം അറസ്റ്റിലായ ഡോക്ടർ റാമിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയേക്കും. നിലവിൽ കണ്ണൂർ സബ് ജയിലിലാണ് റാം ഉള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ബൈജു നൽകും. ബൈജു, അങ്ങനെ ഒരു കസ്റ്റഡിയിൽ വാങ്ങാൻ ഉള്ളൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് ഇന്ന് കുടുംബത്തിന്റെ ഹർജി ഉൾപ്പെടെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ? എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമിനെതിരെയുള്ള നീക്കങ്ങൾ അത് ഒത്തുകളിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കവും നടക്കുന്നത്. റാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ ക്രൈംബ്രാഞ്ച് നൽകുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും അന്വേഷണ പുരോഗതി ഇന്ന് ഹൈക്കോടതിയിൽ വരുമ്പോൾ KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, കുടുംബത്തിൻ്റെ ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഹർജി ഇന്ന് പരിഗണിക്കും. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ഒരു കസ്റ്റഡിയിൽ വാങ്ങൽ അപേക്ഷയും എങ്ങനെ കാണണം?
ഹരി, തീർച്ചയായും ഈ കേസിൽ ഇന്ന് നിർണായകമാണ്. കാരണം പുതിയ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ കേസിൽ തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്ത റാം, അതോടൊപ്പം സംഗീത നമ്പ്യാർ, ഇങ്ങനെ 2 പ്രതികൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം കുടുംബം തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അത് സംബന്ധിച്ച് ഏതെങ്കിലും നീക്കം നടക്കുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തായാലും റാം ഇപ്പോൾ കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലാണ്. റാമിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അപേക്ഷ സമർപ്പിച്ചേക്കും. കാരണം ഈ റാമിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആര്, അത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരാനുണ്ട്. അതിൽ വളരെ തിടുക്കത്തിൽ ഒരുപക്ഷെ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാതെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. റാമിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റാമിനെ ഒരു പക്ഷേ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്ന് അപേക്ഷ സമർപ്പിച്ചേക്കും. അതോടൊപ്പം ഏറ്റവും പ്രധാനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ നിതിൻ രാജ് മരിക്കുന്നതിന് തൊട്ടു മുൻപ്, അതായത് 10 മിനിറ്റ് മുമ്പ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ 4ഓളം അധ്യാപകർ ചേർന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈ നിതിൻ രാജിനെ. അവരെ കൂടി പ്രതി ചേർക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ ക്രൈംബ്രാഞ്ച് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ഈ സുധീർ എന്ന് പറയുന്ന ഡിവൈഎസ്പി, ആദ്യം കേസ് അന്വേഷിച്ച ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കെതിരെ നടപടി ഇന്ന് ഉണ്ടായേക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായേക്കും. കാരണം ഇതിൽ DGPയോട് റിപ്പോർട്ട് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായേക്കും. ഇന്നലെ ഈ അറസ്റ്റ് സംബന്ധിച്ച ഈ ഒരു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഈ രാത്രിയോട് കൂടിയാണ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി റാമിനെ കോടതിയിൽ ഹാജരാക്കി സാഹചര്യമുണ്ടായത്. രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഈ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നേരിട്ട് ഹാജരാവണം എന്ന് കോടതി പറയുകയും പിന്നീട് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ സമ്മർദ്ദത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഈ കേസിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം 101 ദിവസം ഒരാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിച്ചു. കീഴ്ക്കോടതി മുതൽ പരമോന്നത കോടതിയെ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഒരു പ്രതിയാണ്. ആ പ്രതിയെ പോലും പിടികൂടാൻ സാധിച്ചില്ല. ഒടുവിൽ കുടകിൽ നിന്നും ഇയാൾ കീഴടങ്ങാൻ വരുന്ന സമയത്ത് പിടികൂടുന്നു. ആ അറസ്റ്റ് സുപ്രീം കോടതി മാനദണ്ഡ പ്രകാരമല്ല എന്ന് പറഞ്ഞ് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി റാമിനെ അറസ്റ്റ് ചെയ്തതില്ല. റാം ഈ ഒരു അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ഈ അന്വേഷണ സംഘത്തിൽ നേരിട്ട് പോയി കീഴടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ നാടകീയമായ സംഭവങ്ങളാണ് ഈ കേസിലുള്ളത്. ഈ കേസിൽ വലിയ തോതിൽ ഇവരെ സഹായിക്കുന്ന, ഈ പ്രതികളെ സഹായിക്കുന്ന നിലപാട് തുടക്കം മുതൽ അന്വേഷണ സംഘം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപമുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം നിർണായകമായിരിക്കും. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ വിവിധ സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് ഈ പോകുന്നതെന്ന ഒരു ആക്ഷേപമുണ്ട്. അങ്ങനെ കൂടുതൽ പേർ ഇതിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യം ഉയർന്ന സ്ഥിതിക്ക് ഇതിൽ ഹൈക്കോടതി കൂടി ഈ കേസിന് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇനി പുതിയ അന്വേഷണ സംഘം ഏത് രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോയതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിലെ CJP സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ കേസ്. വേടൻ പങ്കെടുത്ത പനമ്പള്ളി നഗറിലെ പരിപാടിക്കെതിരെയാണ് കേസ്. പോലീസിന്റെ അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് കേസ്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, വേടൻ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു. പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന പ്രതിഷേധമൊക്കെ രാജ്യവിരുദ്ധ പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ള ഉൾപ്പെടെ വേടൻ പറഞ്ഞിരുന്നു. വേടൻ മാത്രമല്ല, മറ്റു ചില സെലിബ്രിറ്റികളും കൂടി ആ പരിപാടിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വിശദാംശങ്ങൾ. ഹരി, പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എറണാകുളം ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് ഇന്ന് അവിടെ നടത്തിയ വേടൻ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളും മറ്റ് കലാരംഗത്തെ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് സംഘം ചേർന്ന് അവിടെ പരിപാടി നടത്തിയിരുന്നു. പക്ഷെ അത് പോലീസിന്റെ അനുമതി വാങ്ങാതെയാണ് അവിടെ പരിപാടി നടത്തിയത്. പൊതു ഇടത്താണ്, പനമ്പള്ളി നഗറിലെ പാർക്കിന് തൊട്ട് സമീപത്തുള്ള റോഡിൽ വെച്ചായിരുന്നു, ഒരു പൊതുവഴിയിൽ വെച്ചായിരുന്നു അവർ ഈ റോഡ് തടസ്സപ്പെടുത്തി ഈ ഒരു പരിപാടി, ഒരു പ്രതിഷേധ സംഗമം നടത്തിയത്. അത് പോലീസിനെ അറിയിച്ചിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. പോലീസ് ഇതറിഞ്ഞ് അവിടെ പരിപാടി നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും ആ നോട്ടീസ് കൈപ്പറ്റി വീണ്ടും അവിടെ അവരുടെ പ്രതിഷേധ സംഗമം തുടരുകയായിരുന്നു. അങ്ങനെ വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിനാണ് വേടന്റെ മാനേജർ വിഘ്നേഷ് ഉൾപ്പെടെയുള്ള 99 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കുൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. അവിടെ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ അവിടെ ആ പരിപാടിയിൽ എത്തിയിരുന്നു. വലിയ രീതിയിൽ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പനമ്പള്ളി നഗറിൽ സംഘടിക്കുകയും അവിടെ ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധ സംഗമം നടത്തുകയും ഒക്കെ ചെയ്തത്. അത് പോലീസിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു അത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. അത് വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് 99 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. വേടൻ മാത്രമല്ല പല സെലിബ്രിറ്റീസും ഉണ്ടായിരുന്നു. ഏകദേശം 99 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പോലീസിന്റെ അനുമതി വാങ്ങാതെയാണ് ഈ പരിപാടി നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് SFI രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദ് നടത്തും. നീറ്റ് പരീക്ഷ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബന്ദിന് ആഹ്വാനം. നീറ്റ് ക്രമക്കേടിനെ ചോദ്യം ചെയ്ത് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റും ഇന്ന് സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. NHPC സിക്കിം യൂണിറ്റ് മാനേജറായിരുന്നു അനീഷ്. മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൊൽക്കത്തയിൽ എംബാം നടപടി പൂർത്തിയാക്കാനുള്ള നടപടികളും തുടരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ 4 ദിവസത്തിൻ്റെ തെരച്ചിലിന് ശേഷമാണ് മൃതദേഹം തന്നെ ലഭിക്കുന്നത് അനീഷിൻ്റെ. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? സിക്കിമിൽ നിന്ന് മൃതദേഹം കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയത്. സിക്കിമിൽ ഈ എംബാം നടപടികൾ പൂർത്തിയാക്കാനുള്ള 2 ദിവസത്തോളം വെള്ളത്തിൽ കിടന്ന മൃതദേഹമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊൽക്കത്തയിൽ എത്തിച്ച് എംബാം നടപടികൾ പൂർത്തിയാക്കാൻ ഈ കമ്പനി അധികൃതർ തീരുമാനിച്ചത്. അങ്ങനെ ആംബുലൻസ് മാർഗമാണ് ഈ കൊൽക്കത്തയിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. ബന്ധുക്കൾക്ക് പ്രത്യേക വിമാനത്തിൽ കൊൽക്കത്തയിലെത്താനുള്ള സൗകര്യങ്ങൾ ഈ കമ്പനി ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇന്ന് പകൽ എംബാം പൂർത്തിയാക്കി മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ രാത്രി വൈകി അർദ്ധരാത്രിയോടുകൂടി എത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നാളെ പുലർച്ചയ്ക്ക് മുൻപ് മൃതദേഹം പാമ്പാടിയിലെ ഇല്ലിവളവിലെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിക്കുന്നത്. മൃതദേഹം നാട്ടിലെത്തിച്ചാൽ അന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. കാരണം 2 ദിവസം ഇങ്ങനെ മോശമായ അവസ്ഥയിൽ കിടന്നൊരു മൃതദേഹമാണ്. അധിക സമയമുള്ള ഒരു പൊതുദർശനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. എന്തായാലും ഇതൊരു സാധ്യത മാത്രമാണെന്നാണ്. കാരണം കൊൽക്കത്തയിൽ നിന്ന് മൃതദേഹം എംബാം ചെയ്ത് കിട്ടണം എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ തുടരുകയാണ്. അത് ഇന്ന് തന്നെ ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കും. ഹരി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആസിഫ് ഷായ്ക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും വഴിയായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന അജ്ഞാതനായ യുവാവാണ് തന്നെ ആക്രമിച്ചതെന്ന് വിദ്യാർത്ഥി പരാതി നൽകി. തലയ്ക്ക് പരിക്കേറ്റ ആസിഫ് ഷായെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് 75ാം വർഷത്തിലേക്ക് 2026-27 അക്കാദമിക് വർഷം പ്ലാറ്റിനം ജൂബിലിയായി ആഘോഷിക്കും. ജൂലൈ 24 നടക്കുന്ന കോൺവൊക്കേഷനിൽ MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ D മാവുത്ത് പങ്കെടുക്കും. 27-ന് ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ നിന്ന് ദീപശിഖ പ്രയാണം തുടങ്ങി പത്തനംതിട്ടയിൽ എത്തും. തുടർന്ന് സാംസ്കാരിക ഘോഷയാത്രയായി കോളേജിലേക്ക് എത്തും. ജൂബിലി വർഷത്തിൽ ഹോസ്റ്റൽ, ലാബുകൾ എന്നിവയുടെ നവീകരണത്തോടെ ഒപ്പം പുതിയ കോഴ്സുകളും ആരംഭിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. വളരെ പ്രമുഖമായ ഒരു കോളേജാണ് പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്. കാത്തോലിക്കേറ്റ് കോളേജ്
75 വർഷം പൂർത്തീകരിക്കുകയാണ്. 1 വർഷം മുന്നിൽ നിൽക്കുന്ന പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ നൂതനങ്ങളായിട്ടുള്ള പല പരിപാടികൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വളരെയധികം നൂതനങ്ങളായിട്ടുള്ള. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രത്യേക സൗകര്യങ്ങളുമായി മലപ്പുറത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ഉദ്ഘാടനം ചെയ്തു. മാസത്തിൽ ഒരിക്കലാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ഈ പ്രത്യേക ക്ലിനിക്ക് പ്രവർത്തിക്കുക. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള കരുതലുമായി പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി ട്രാൻസ്ജെൻഡർ ക്ലിനിക് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോർമോൺ പരിശോധന, മരുന്ന് വിതരണം, കൌൺസിലിംഗ്, ജനറൽ മെഡിസിൻ, എൻഡോക്രൈനോളജി തുടങ്ങിയ സേവനങ്ങളാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. മാസത്തിലൊരിക്കലായിരിക്കും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുക. തിരൂർ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ജില്ലാ ആശുപത്രിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തും സഹകരിച്ചാണ് ക്ലിനിക് ആരംഭിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് നമ്മുടെ ജില്ലയിൽ തുടങ്ങുന്ന ഒരു സ്ഥിരം ക്ലിനിക്കാണിത്, അല്ലെ? ഈ ക്ലിനിക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നല്ല പ്രവർത്തനത്തോടു കൂടെ ഒരു സ്ഥിരം ഡോക്ടറെ കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തരുന്നതാണ്. അതൊരു പ്രോമിസ് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ ഇത്രയും പേരുടെ മുന്നിൽ. തിരൂർ താലൂക്കിൽ നിന്ന് മാത്രം നിലവിൽ 30 പേർ ഹോർമോൺ പരിശോധനയ്ക്കായി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയുള്ള ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. മാനസികാരോഗ്യ വിദഗ്ധർ, സൈക്കോളജിസ്റ്റുകൾ, ഫിസിഷ്യന്മാർ തുടങ്ങിയവരുടെ സേവനവും രോഗികൾക്ക് ആവശ്യമായ സ്വകാര്യത ഉറപ്പാക്കുന്ന എക്സാമിനേഷൻ മുറികളും ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്ത് സർക്കാർ ആശുപത്രി വളപ്പിൽ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ ജീവിതം തള്ളി നീക്കി വയോധികൻ. 85-ലധികം വയസ്സുള്ള കുഞ്ഞപ്പനാണ് വീടില്ലാതെ നരകിക്കുന്നത്. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പ്രയാസപ്പെടുന്ന കുഞ്ഞപ്പന് ബന്ധപ്പെട്ട വകുപ്പുകളും അധികൃതരും അടിയന്തരമായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വേറെ സ്ഥലങ്ങളോ വീടോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന മകനായിരുന്നു. ആ മകൻ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തിനെ ഇപ്പോൾ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു 20 വർഷത്തോളമായി കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇടുക്കി റോഡിൽ ഇടുക്കി കവലക്കയായിട്ട് റോഡ് സൈഡിൽ വീട് വെച്ച് കെട്ടി താമസിക്കുമായിരുന്നു. ഇപ്പോൾ റോഡിൻ്റെ പണി വന്നപ്പോൾ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് മാറണമെന്നും വീട് പണിത് തരാമെന്നും അതല്ലെങ്കിൽ പൈസയായിട്ട് തരാമെന്നും പറഞ്ഞാണ് അവരോട് മാറ്റിയേക്കണമെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. പുള്ളിക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു 85 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇതിന് സംഭാവന കൊടുക്കണേ അതൊക്കെ വെച്ചാണ് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ കിടക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. 4 മക്കളുമൊത്ത് അടച്ചുറപ്പില്ലാത്ത വാടക വീട്ടിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകി പ്രവാസി വ്യവസായി. ഒഡീസയിൽ നിന്ന് 16 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ബിബാച്ച കുസ്ലിയ എന്ന ബിനുവിനാണ് സിദ്ദിഖ് ബ്രായിൽ എന്ന പ്രവാസി വീട് നൽകിയത്. ചെറുവാടി തെനങ്ങപ്പറമ്പിൽ തനിക്കുള്ള ഭൂമിയിൽ നിന്ന് 4 സെന്റ് സ്ഥലം ബിനുവിന് വീട് വയ്ക്കാനായി കൈമാറിയത്. ബിനു കുടിയത്തൂർ സ്വദേശിനിയായ വിജിതയാണ് വിവാഹം കഴിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഇതിന് നമ്മളെ കുറേ കഷ്ടപ്പാടായിട്ട് 16 വർഷമായി ഇവിടെ താമസിച്ചിട്ട് 16 വർഷം വരെ വാടക വീട്ടിലുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്തത് സിദ്ദിഖ് സാറിനാണ്. അപ്പോൾ സിദ്ദിഖ് സാറ് ഇത് 4 സെൻറ്റ് സ്ഥലം തന്നെ അതിന് വളരെ സന്തോഷം. ഈ സമയത്ത് സന്തോഷം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇതാണിത്. അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് സിദ്ദിഖ് സാറോടാണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. 10-12 വർഷമായി ഞങ്ങൾ മാറി മാറി താമസിക്കും. ഇതൊക്കെ ചോരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കിട്ടിയത് വേറെ ഒന്നും പറയാനില്ല. സന്തോഷം മാത്രം ദൈവത്തിനോടും സിദ്ദിഖ് സാറോടും.
അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 13 ദിവസമായി തുടർച്ചയായ ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻ ആക്രമണങ്ങളാണ് അമേരിക്ക അഴിച്ചുവിടുന്നത്. ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന അനുഭവിച്ചിട്ടില്ല എന്നും ഇറാന് മേൽ സർവനാശം വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു മാസീവ് അറ്റാക്ക് നടത്തുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് ട്രംപ് വരും ദിവസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ കശ്മീർ ദ്വീപിലും വ്യാപക സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നന്ദനുണ്ട് വിശദാംശങ്ങളുമായി. നന്ദനെ, തുടർച്ചയായ ആക്രമണങ്ങൾ ഇപ്പോൾ രണ്ടാഴ്ചയിലേക്ക് വരുന്നു. ഈ ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ ആ സമയത്ത് ഒന്നും ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ പോലും ആ സമയത്തും ആക്രമണം ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ US-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇറാനും വിട്ടുകൊടുക്കുന്നില്ല. ഇറാനും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു സമാധാനം വീണ്ടും വീണ്ടും അകലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഹരി, പശ്ചിമേഷ്യയിൽ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 13 ദിവസങ്ങളായി തുടർച്ചയായി US ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. എന്നാൽ ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന അനുഭവിച്ചിട്ടില്ല എന്നും ഇറാന് മേൽ സർവനാശം വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു മാസീവ് അറ്റാക്ക് നടത്തുന്നതിന് തൊട്ടടുത്താണ് താനുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറുഭാഗത്ത് ഇറാന്റെ പ്രതികരണവും വളരെ ശക്തമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് ട്രംപ് വരും ദിവസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി താക്കീത് നൽകിയിട്ടുണ്ട്. നിലവിലെ വിവരമനുസരിച്ച് ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ഗഷം ദ്വീപിലും തുറമുഖ നഗരമായ ജാസ്, ഗോന്ദാബ്, ഗൊറമാബാദ്, കൊനാരക് എന്നിവിടങ്ങളിലും പ്രൊജക്ട് ലൈറ്റുകൾ പതിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തലസ്ഥാനമായ ടെഹ്റാനു മുകളിലും ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടെ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും യുദ്ധം പടരുകയാണ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞതായി കുവൈറ്റ് സൈന്യം സ്ഥിരീകരിച്ചു. US ബോംബ് വിമാനങ്ങൾ UK താവളങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് രംഗത്ത് വന്നതോടെ UK സൈന്യവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വൻ വിലക്കയറ്റത്തിനും മാനുഷിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ജനങ്ങൾ കൊല്ലപ്പെടുകയാണെന്നും 67% ആളുകൾ കടുത്ത പട്ടിണിയിലാണെന്നും UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്രോസ് ചൂണ്ടിക്കാട്ടിയ എക്സ്പോസ്റ്റിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷവും ഇരുവിഭാഗവും നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാത്തതിനാൽ പശ്ചിമേഷ്യയിലെ ശാന്തിയുടെ ദിനങ്ങൾ അകലെയാണെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. ഹരി, ശരി, അത് ഈ ഒരു പ്രശ്നം ഈ 13 ദിവസത്തിലേക്ക് പോവുകയാണ്. തുടർച്ചയായിട്ടൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. എന്നാൽ ഇറാന് വിട്ടുകൊടുക്കുന്നില്ല. ശക്തമായ താക്കീത് അമേരിക്കയ്ക്ക് നൽകുന്നുണ്ട്. പക്ഷേ തുടർച്ചയായി ആക്രമണങ്ങൾ വീണ്ടും ഈ സമാധാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. കാരണം അതിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും വഷളാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് പശ്ചിമേഷ്യയിൽ. നന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോതമംഗലത്ത് സ്ത്രീയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന സിനി ബിജുവാണ് മരിച്ചത്. ഭർത്താവ് ബിജു ഇടത് കൈയിൽ മുറിവേറ്റ നിലയിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോതമംഗലം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ വനിതാ സഹപ്രവർത്തകയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിയിൽ. കുടംതുരുത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ശ്രീജിത്താണ് അറസ്റ്റിലായത്. ഇയാൾ ഇതിനു മുമ്പും ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ചെയ്തിട്ടുള്ളയാളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒളിവിൽ പോയ പ്രതിയെ കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി രതീഷിന്റെ നേതൃത്വത്തിൽ CPOമാരായ വിജേഷ്, രജീഷ്, പീറ്റർ, സാജൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി ശാന്തമ്പാറ ആനയിറങ്കലിൽ കാട്ടാന ആക്രമണം. റേഷൻ കട തകർത്തു. ചക്കക്കൊമ്പനാണ് കട തകർത്തത്. പ്രിൻസിന്റെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, എത്ര മണിക്കാണ് സംഭവം? കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് പരിക്കുണ്ടോ? ഇന്ന് പുലർച്ചെ 5:30 ആനയിറങ്കൽ റേഷൻ കടയ്ക്ക് സമീപത്തേക്ക് ചക്കക്കൊമ്പനെത്തി കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇത് 12ാം തവണയാണ് ഈ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായത്. മുൻപ് അരിക്കൊമ്പന്റെ ആക്രമണം പതിവായി ഈ റേഷൻ കടയ്ക്ക് നേരെയും ഒപ്പം പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പന്നിയാറിലെ റേഷൻ കട ആനയുടെ ആക്രമണത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ പിന്നീട് ഈ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഒക്കെ അടക്കമുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ റേഷൻ കട ആരാ തകർക്കുകയും ഉള്ള അരിയും സാധനങ്ങളും ഒക്കെ എടുത്ത് നശിക്കുകയും ചെയ്ത സാഹചര്യമാണുള്ളത്.
ഏതാനും ദിവസങ്ങളായി ഏതാനും നാളുകളായി ചിന്നക്കരാൽ ഭാഗത്ത് ജനവാസ മേഖലയിൽ ആനയുടെ സ്ഥിരമായുള്ള സാന്നിധ്യം തന്നെയുണ്ട്. ഒരു മാസം മുൻപ് ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നുമൊക്കെ ഈ മേഖലയിലെ ജനവാസ മേഖലയിൽ പതിവായി ആനക്കൂട്ടങ്ങളും ഒറ്റയാഴ്ചത്തൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേക ആറാത്ത് ടീമിനൊക്കെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആനയെ പൂർണ്ണമായും ഉൾവനത്തിലേക്ക് കടത്തിവിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ഹരീഷ്. ശരി. ന്യൂസ് 18 മലപ്പുറം ബ്യൂറോ സീനിയർ ക്യാമറാമാൻ അഖിൽ ഊട്ടുപാറയുടെ പിതാവ് കുമ്മനല്ലൂർ കിഴക്കിയതിൽ അരവിന്ദാക്ഷൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഭാര്യയുടെ പേര് സതി എന്നാണ്. അശ്വതിയാണ് മകളുടെ പേര്. വിഷ്ണുവാണ് മരുമകൻ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ഷൊർണൂർ ശാന്തിതീരം നഗരസഭാ ശ്മശാനത്തിൽ നടത്തും. ഇങ്ങനെ രാവിലെ പൂർണ്ണമാവുകയാണ്. വളരെ ഒട്ടനവധി വാർത്തകളും അതിൻ്റെ അപ്ഡേറ്റുകളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. രാവിലെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.